ഹായ് ഓൾ, നമ്മുടെ കറണ്ട് അഫെയർസ് സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. അതായത് നമ്മൾ ആദ്യ പാർട്ടിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള CA ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിറ്ററേച്ചർ, ഹോസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട മിലിറ്ററി ഓപ്പറേഷൻസ്, അതുപോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, സ്വരാജ് ട്രോഫി, അങ്ങനെ ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമേഖല തന്നെയാണ്. വെറുതെ നമ്മൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യല്ല. റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷുവർ ഷോട്ട് സീരീസ് ആണ് വരുന്ന. CPO, വുമൺ CPO, ഡിഗ്രി പ്രിലിംസ്, 10th മെയിൻസ് എക്സാമുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആണ്. അതുകൊണ്ട് ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. സോ ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ നമുക്ക് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യം നമ്മൾ സ്വരാജ് ട്രോഫിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023-24 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് ജില്ലാ പഞ്ചായത്താണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. 2023-24 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. അത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ലഭിച്ചത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് 2023-24 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊല്ലമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പടപ്പാണ്. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷവും പെരുമ്പടപ്പിന് ഈ പറയുന്ന മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചിരുന്നു. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയത്തിലെ വെളിയന്നൂരാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ്. മികച്ച കോർപ്പറേഷൻ, അത് കഴിഞ്ഞ വർഷവും ഈ തവണയും അത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരമാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത്. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്താണ് കൊല്ലം, മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. ഇനി മികച്ച നഗരസഭ അത് ഗുരുവായൂരാണ്. കഴിഞ്ഞ തവണയും ലാസ്റ്റ് ഇയറും ഗുരുവായൂർ തന്നെയായിരുന്നു മികച്ച നഗരസഭ അല്ലെങ്കിൽ മികച്ച മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂര്, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഇനി സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലമാണ്. ഓക്കെ, സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരമാണ് കേട്ടോ. ഇവിടെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വെളിയന്നൂരാണ്, കോട്ടയത്തെ. ഇവിടെ എന്താണ്? മഹാത്മാ പുരസ്കാരമാണ് തിരുവനന്തപുരത്തെ ഒറ്റശേഖരമംഗലം നേടിയിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. അടുത്ത ചോദ്യം നോക്കാം. ഓപ്പറേഷൻ ബ്രഹ്മ ഏത് രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ ഏർപ്പെടുത്തിയത്? അപ്പോൾ നമുക്കറിയാം മ്യാൻമറിൽ റീസെന്റ് ആയിട്ടൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അവിടെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇന്ത്യയുടെ അയൽരാജ്യമാണ് മ്യാൻമർ. അപ്പോൾ ഇന്ത്യ സഹായം എത്തിച്ച ആ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പാകിസ്ഥാന്റെ അതിർത്തി മേഖലയിലുള്ള ഭീകരവാദികളെ ഒഴിവാക്കുന്നത്, അവരെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സംയുക്ത സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം അടങ്ങിയിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ യാഗി എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് വീശുന്നുണ്ട്. യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്, ആ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ജപ്പാനാണ്. ഓക്കെ, അപ്പൊ യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയത് മൂലം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സേന അവർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി, മെഡിക്കൽ സഹായങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സദ്ഭാവന. അപ്പോൾ ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ സദ്ഭാവന, ഓപ്പറേഷൻ സിന്ദൂരൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ബ്രഹ്മ എന്ന് പറയുമ്പോൾ മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സദ്ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗി ചുഴലിക്കാറ്റ് മൂലമാണ്, പ്രധാനമായിട്ടും വിയറ്റ്നാം ആണത് അതിന്റെ ആ ഒരു എഫക്റ്റുകൾ കൂടുതൽ നേരിട്ട രാജ്യം എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ റീസെന്റ് ആയിട്ട് ജമ്മു കാശ്മീർ ആക്രമണത്തിന് ശേഷം, പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ്.
പിന്നെയും കാവേരി, ഓപ്പറേഷൻ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്ന എന്താ പറയുക, അതിനായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. സോ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പറേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും PYQ ആണെങ്കിലും അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസിനെ കുറിച്ചൊരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ നിലവിലെ വേതനം എത്രയാണ്? 369 ആണ്. കേരളത്തിൽ ഇതിനു മുൻപ് 346 ആയിരുന്നു. അത് 23 രൂപ വർദ്ധിപ്പിച്ചിട്ട് 369 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. മേ ബി ചോദിക്കാം, എത്ര രൂപയാണ് കേരളത്തിൽ വർദ്ധിപ്പിച്ചത്? എത്ര രൂപയാണ്? 23 രൂപയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ നിലവിലെ വേതനം എന്ന് പറയുന്നത് 369 രൂപയാണ്. ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം 400 രൂപ എന്ന് നൽകുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൽകുന്നത്. സോ ഹരിയാനയാണ് അവിടെ ആൻസർ. 400 രൂപയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ വേതനം ഇന്ത്യയിലെ. അത് ഹരിയാന സംസ്ഥാനത്താണ്. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശും നാഗാലാൻഡും. അരുണാചലും നാഗാലാൻഡുമാണ് ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ, 234. ഓക്കെ, ഇനി സദേൺ സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ കർണാടകയിൽ 370 ആണ് കേട്ടോ. 370 ആണ് കർണാടകയിൽ. ഓക്കെ, പിന്നെ തമിഴ്നാടാണെങ്കിൽ ഒരു 300+ ഉള്ളൂ. ഗോവ 378 ഉണ്ട് ഗോവ. ഓക്കെ, അപ്പോൾ കേരളത്തിനേക്കാൾ ഹയർ ആയിട്ട് കർണാടകയും ഗോവയൊക്കെ ഉണ്ട്. പക്ഷെ തെലങ്കാന, ആന്ധ്ര അതുപോലെ തന്നെ തമിഴ്നാടൊക്കെ കേരളത്തേക്കാൾ കുറഞ്ഞ വേതനം മാത്രമേ നൽകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് മേ ബി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കർണാടകത്തിലും ഗോവയിലും മാത്രമാണ് കേരളത്തിനേക്കാൾ കൂടുതൽ വേജ് ഉള്ളത് സദേൺ സ്റ്റേറ്റിൽ. ബാക്കിയുള്ള തെലങ്കാന, ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ കേരളത്തേക്കാൾ കുറവ് വേതനമാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ ഹരിയാന 400 രൂപ, ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 234 രൂപ. കേരളത്തിൽ 23 രൂപ വർദ്ധിപ്പിച്ചിട്ട് 346 നിന്ന് 369 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ഓക്കെ, നമ്മൾ അപ്പോയിന്റ്മെന്റ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞതാണ്. കാനഡയിലെ ഏറ്റവും കൂടുതൽ അധികാരത്തിൽ ഇരുന്നൊരു പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറിയിട്ട് കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കാർണിയർ ആണ് കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. നമ്മൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ്സ് കേരളത്തിലെയും ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകതലത്തിലെയും പ്രധാനപ്പെട്ട പദവികളെ കുറിച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ആ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അതുകൂടി കാണുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ്, ഇപ്പൊ മിക്കായിൽ മിഷ്ത് ആണെങ്കിൽ റഷ്യൻ പ്രൈം മിനിസ്റ്റർ ആണ് മിക്കായിൽ മിഷ്ത് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ USA-യുടെ 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ JD വാൻസ് ആണ് USA-യുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിയർ സ്റ്റാർമർ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ്. കിയർ സ്റ്റാർമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ലോകതലത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ ഇപ്പോൾ മുഹമ്മദ് യൂനുസ് ആണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മാറിയിട്ടുണ്ട്. ഹരിണി അമരസൂരിയും അതുപോലെ തന്നെ അനുരാഗ് കുമാര ദിസനായകെ. പിന്നെ പാകിസ്ഥാനിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ, ജപ്പാനിലാണെങ്കിൽ ഷിഗെരു ഇഷിബോ എന്ന് പറയുന്ന പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതുകൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ലഭിക്കും. ഓക്കെ ആണല്ലോ. അടുത്തത് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? വിദർഭയാണ് അല്ലേ. ഇപ്പോൾ 2024-25 സീസണിൽ ഫൈനലിൽ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര ടൂർണമെന്റ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ്. സോ 2024-25 സീസണിൽ ഫൈനലിൽ വിദർഭയും കേരളവുമാണ്. വിദർഭ വേഴ്സസ് കേരളമാണ്
ഫൈനൽ നടന്നത്. കേരളം പരാജയപ്പെട്ടു. ആദ്യമായിട്ടാണ് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത്. അങ്ങനെ കേരളത്തെ ഫൈനലിൽ എത്തിയിട്ടുള്ള കേരളത്തെ ഫൈനലിൽ എത്തിച്ചിട്ടുള്ള പരിശീലകന്റെ പേരാണ് അമേയ് ഖുറൈസി എന്ന് പറയുന്നത് കേട്ടോ. അമേയ് ഖുറൈസി എന്ന് പറയുന്ന പരിശീലകനാണ് കേരളത്തെ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിദർഭ എന്താണ് രഞ്ജി ട്രോഫി ജേതാക്കളായിട്ട് മാറുവാണ്. സന്തോഷ് ട്രോഫിയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. സന്തോഷ് ട്രോഫിയിലും റണ്ണേഴ്സ് അപ്പ് കേരളമാണ്. വെസ്റ്റ് ബംഗാൾ ഫൈനലിൽ 1-0 കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വെസ്റ്റ് ബംഗാൾ 33ാം സന്തോഷ് ട്രോഫി കിരീടം അവർ നേടുവാണ്. 33ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം വെസ്റ്റ് ബംഗാൾ നേടുവാണ്. അപ്പൊ സന്തോഷ് ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും കേരളമാണ് റണ്ണേഴ്സ് അപ്പ്. സന്തോഷ് ട്രോഫിയിൽ ചാമ്പ്യൻസ് വെസ്റ്റ് ബംഗാളും രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യൻസ് വിദർഭയുമാണ്. ഓക്കെ, പിന്നെ കേരളത്തിന്റെ പരിശീലകനാണ് അമേയ് ഖുറൈസി. കേരളം ഫസ്റ്റ് ടൈം ആയിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയായത്. സോ നമുക്കറിയാം 2025 ICC ട്രോഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാവുകയാണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ രാജ്യം. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ രാജ്യം. 3 തവണ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്. അപ്പോൾ 2025 ഇന്ത്യ തന്നെയായിരുന്നു ചാമ്പ്യൻസ്. ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ചാമ്പ്യൻസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ടൂർണമെന്റ് ആക്ച്വലി ഇവന്റ് പ്ലാൻ ചെയ്തത് പാകിസ്ഥാനാണെങ്കിലും പല സുരക്ഷാ കാരണങ്ങൾ മൂലം ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടന്നത്. പിന്നെ ഇന്ത്യ ഗ്രൂപ്പ് റൗണ്ടിലും അതുപോലെ തന്നെ സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കൊക്കെ അഡ്വാൻസ് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണല്ലോ നടന്നത്. അതുകൊണ്ട് ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടന്നത് ദുബായിലാണ്. അപ്പോൾ വേദിയായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ദുബായ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയായത് ദുബായും ആൻസർ ആണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും ആൻസർ ആണ്. റീസൺ മനസ്സിലായല്ലോ. ഇന്ത്യ ഫൈനലിൽ എത്തിയത് കൊണ്ട് തന്നെ ഫൈനലിൽ അടക്കമുള്ള മത്സരങ്ങൾ എവിടെയാണ് നടന്നത്? ദുബായിലാണ് നടന്നത്. അതുകൊണ്ട് പാകിസ്ഥാനും ദുബായും ആൻസർ ആയിട്ട് വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നമുക്കറിയാം ഇന്ത്യയുടെ സ്പേഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം. സ്പേഡെക്സ് എന്ന് പറയുന്ന ദൗത്യം. സ്പേഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ഉണ്ട്. അപ്പോൾ ബഹിരാകാശത്ത് ഡോക്കിംഗ് സാങ്കേതികത നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ ആ ഒരു മിഷന്റെ പേരാണ് സ്പേഡെക്സ്. സ്പേഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. സ്പേഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് സ്പേഡെക്സിന്റെ ഫുൾ ഫോം. ഈ ഒരു നേട്ടം ബഹിരാകാശത്ത് വെച്ചിട്ട് 2025 ജാനുവരി 16 ആക്ച്വലി ഡോക്കിംഗ് ഫെസിലിറ്റി ഇന്ത്യ നടപ്പാക്കുന്നത്. സോ ആ ഒരു നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. റഷ്യ, USA, ചൈന ഈ 3 രാജ്യങ്ങൾ ഓൾറെഡി നടത്തിയതാണ്. ഇന്ത്യയാണ് 4ാമത്തെ രാജ്യം എന്ന് പറയുന്നത്. ഈ സ്പേഡെക്സ് എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റ് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു മിഷൻ കൊണ്ടുപോയിട്ടുള്ള റോക്കറ്റാണ് PSLV-C 60. PSLV-C 60 റോക്കറ്റിലാണ് ഈ സ്പേഡെക്സ് മിഷൻ അല്ലെങ്കിൽ ഈ സ്പേഡെക്സ് മിഷന്റെ ഭാഗമായിട്ടുള്ള XDX 01ഉം 02ഉം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റീസെന്റ് ആയിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. XDX 01, 02 എന്ന് പറയുന്ന 2 സാറ്റലൈറ്റ്, അതായത് ടാർഗറ്റ്. ഈ അതായത് ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സാറ്റലൈറ്റ്സ് കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ്. സോ 2 പേര് വേണമല്ലോ, 2 സാറ്റലൈറ്റ്സ് വേണമല്ലോ ബഹിരാകാശത്ത് വെച്ചിട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. സോ ആ ഒരു സാറ്റലൈറ്റ്സ് കൊണ്ടുപോയിട്ടുള്ള റോക്കറ്റാണ് PSLV-C 60. ഇന്ത്യ ഡോക്കിംഗ് ആ ഒരു പരീക്ഷണം ഇന്ത്യ വിജയിച്ച ദിവസമാണ് 2025 ജാനുവരി 16. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി. ഫസ്റ്റ് സുഷമ സ്വരാജ്, അതിനുശേഷം ഷീല ദീക്ഷിത്. സുഷമ, ഷീല, പിന്നെ അതിഷി മർലേന. AAPയുടെ അതിഷി മർലേന. ദെൻ 4ാമത് BJPയുടെ രേഖ ഗുപ്ത. ഈ അതിഷി മർലേന ഇപ്പോൾ ഓപ്പോസിഷൻ ലീഡർ ആണ്. ഡൽഹി നിയമസഭയിലെ ഓപ്പോസിഷൻ ലീഡർ ആണ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഒരു വനിതാ ഓപ്പോസിഷൻ ലീഡർ വരുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു നിയമസഭയിൽ ഓപ്പോസിഷൻ ലീഡർ ഒരു വനിതയായിട്ട് വരുന്നത്. അതാരാണ്? അതിഷി മർലേനയാണ്. അവര് ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള അധികാരത്തിൽ വന്നു. ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയാണ് അധികാരത്തിൽ വന്നത്. അതുപോലെ ദേവേന്ദ്ര ഫഡ്നാവിസ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ്.
ജാർഖണ്ഡിലാണെങ്കിൽ ഹേമന്ത് സോറൻ അധികാരത്തിൽ വന്നു, മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ നടന്ന കുറച്ച് സ്റ്റേറ്റുകളാണ് മഹാരാഷ്ട്ര, ഡൽഹി, അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ജാർഖണ്ഡ് എന്നൊക്കെ പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നമ്മൾ മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്ന അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ സിക്കിം, പ്രേംസിംഗ് തമാങ്, പേമ ഖണ്ഡു അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ മോഹൻ ചരുൺ മാഞ്ചി ഒഡീഷയിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ് ആണ് അത്. അപ്പോൾ അതുകൂടി കാണുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് റീസെന്റ് ആയിട്ട് കഴിഞ്ഞൊരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിൽ നടന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ നിയമസഭ ഇലക്ഷൻ നടക്കുകയും മുഖ്യമന്ത്രിമാർ നിലവിൽ വന്ന സ്റ്റേറ്റുകളെ കുറിച്ചൊരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ 30ാമത് UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. COP28 എവിടെയാണ്? ദുബായിലാണ് നടന്നത്. അസർബൈജാനിലെ ബാക്കുവിലാണ് COP29 നടന്നത്. ദെൻ COP30 എവിടെയാണ്? ബ്രസീലിലെ ബേലം എന്ന് പറയുന്ന സ്ഥലത്താണ് COP13 കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത്. നമ്മൾ ആ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ അവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പ്ലസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ G7 ഉച്ചകോടി, G20 ഉച്ചകോടി, ബ്രിക്സ് ഉച്ചകോടി, അതുപോലെ കാലാവസ്ഥാ സമ്മേളനം ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ 2023 COP28 എന്ന് പറയുമ്പോൾ 23 അത് ദുബായിലാണ്, 24 അസർബൈജാനിലെ ബാക്കുവിൽ, 25 ബ്രസീലിലെ ബെല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് 30ാമത് കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യനോളമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് മാക്സിമം കണക്റ്റഡ് പോയിന്റ്സ് ഇതിൽ പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.